ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി ഹൂപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബർത്ത്ഡേ ഹൂപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ പോപ്ലിൻ ക്ലോത്ത് ഹൂപ്പിലിട്ട് വെച്ചിട്ട് ഇതുപോലെ 2 ഫോട്ടോസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത 2 ഫോട്ടോസാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നും പിന്നെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഡിസൈന് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി എംബ്രോയ്ഡറി ത്രെഡും പിന്നെ ഒരു സൂചിയാണ്. എംബ്രോയ്ഡറി ചെയ്യുന്ന ആ സൂചിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് സെൻറ്ററിലുള്ള വലിയ വൂവൺ റോസ് ചെയ്തു കൊടുക്കാം. ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റോസാണ് കേട്ടോ ഇത്. ഇതുപോലെ അറ്റത്ത് നിന്ന് സെൻറ്ററിലൂടെ കുത്തി താത്തി കൊടുക്കുക നമുക്ക് സൂചീനെ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് സൂചി പൊക്കിയെടുത്ത് ആദ്യം ഒരു ലൈനിൻ്റെ മുകളിലൂടെയും പിന്നെ ഒരു ലൈനിൻ്റെ താഴ്ഭാഗത്തു കൂടെയും സൂചി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. സൂചി തിരിച്ചു പിടിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. സാധാ നോർമലിൽ നമ്മൾ ചെയ്യുന്ന പോലെ നോർമൽ രീതിയിൽ സൂചി പിടിച്ചിട്ടും നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ കയ്യിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പിടിച്ച് ചെയ്യുന്നത്. തിരിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ച അതേ മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് സൂചി ഇട്ട് കൊടുത്ത് വലിച്ചത്. അതിന് ശേഷം താഴെ കെട്ടിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്ത ഒരു കളർ എടുക്കുന്നുണ്ട്. ലൈറ്റ് പിങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും അതേപോലെ തന്നെ റോസ് ചെയ്തെടുക്കാം. ഇതേ കളറ് ത്രെഡ് വേണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതിൽ ഉള്ളതിൽ വെച്ച് നല്ല കളർ കോമ്പിനേഷൻ എടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പിങ്കും റെഡും കോമ്പിനേഷനാണ് ചെയ്യുന്നത്. 2 സൈഡിൽ പിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും റെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവറും ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്യുമ്പോഴാണ് ഹൂപ്പിന് നല്ലൊരു ഭംഗി തോന്നിക്കുന്നത്. നമ്മൾ ലീഫ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കാം. പിന്നെ താഴോട്ടേക്ക് വലിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ബിഗിന്നേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത്ത് കുറച്ചെടുത്ത് ചെയ്യുക. നല്ലോണം ലെങ്ത്തിൽ ത്രെഡ് എടുത്ത് ചെയ്യുമ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഇടയ്ക്ക് ഇങ്ങനെ കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. ലീഫ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫോട്ടോക്ക് ചുറ്റും ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ ലൈന് മാത്രമാണ് നമ്മൾ ത്രെഡിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ടൈറ്റായിട്ട്
വലിച്ചു കൊടുത്താൽ മതി. എന്താ നമ്മളെ ഫോട്ടോക്ക് ചുറ്റും ത്രെഡ് തുന്നി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മുകളിൽ ചെയ്ത് കൊടുത്ത പോലെ തന്നെ താഴെയും ചെയ്ത് കൊടുക്കുന്നതാണ്. അതേ മെത്തേഡിൽ തന്നെ താഴെയും റോസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുകളിൽ ചെറിയൊരു ബോ കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ റിബൺ കൊണ്ടുള്ള ബോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്യുന്നത് ഇതുപോലെ 6mm ബീഡ്സ് കോർത്ത് വെച്ചിട്ടുണ്ട്. സാധാ നമ്മൾ മാലയൊക്കെ കോർത്തെടുക്കുന്ന പോലെ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഹൂപ്പിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബീഡ്സ് തന്നെ ഒട്ടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ നല്ല ലൈസ്, കാണാൻ ഭംഗിയുള്ള ലൈസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ള ബോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെറ്റിൻ്റെ ഒരു ക്ലോത്ത് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ അതിനൊരു ഭംഗി തോന്നിക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു ഹൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ ഓൾ.